ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും എൻ്റെ വീക്ക്ലി അനാലിസിസ് വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഒരു ലൈവ് മാർക്കറ്റ് അനാലിസിസിലേക്ക് പോവാം. ഇപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആണ് തന്നിട്ടുള്ളത്. നമുക്ക് എങ്ങനെ ഇന്നത്തെ ദിവസം ട്രേഡ് എടുക്കാമെന്ന് ആലോചിക്കാം. ഓക്കെ, ഇതൊക്കെ ലെവൽസ് ഒക്കെ എടുത്ത് എല്ലാവരും കണ്ടു കാണുമല്ലോ. ഓക്കെ, എങ്ങനെ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ഫിബ് എടുക്കുക, സിമ്പിൾ അനാലിസിസ്. പ്രീവിയസ് ഡേ ക്ലോസ്, 2 days ഓപ്പൺ കൊണ്ടുവരിക. എന്നിട്ട് അതിൽ 0.5 0.618 ലെവൽ മാർക്ക് ചെയ്യുക. ഓക്കെ, മാർക്ക് എടുത്ത് കളയാം. നമുക്ക് ട്രേഡ് വരാൻ ഉള്ള ലെവൽസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഇവിടെ വന്നിട്ട് ഒരു റിജക്ഷൻ, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് ഇവിടെ സസ്റ്റെയിൻ ചെയ്താൽ മുകളിലോട്ട് നമ്മൾ നോക്കും. ഓക്കെ, അത് വൺ വേ. അല്ല, രണ്ടാമത് വരുന്നത് ഒരു എന്താ പറയുക, ഈ ക്യാൻഡിലിൻ്റെ 5 minute കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഹൈയും ലോയും മാർക്ക് ചെയ്യാം. ഓക്കെ, ഓക്കെ. കാരണം ഇത്രയും ഗ്യാപ്പ് ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ഇത് തിരിച്ച് ഈ ലെവലിൽ പോകും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈ ലോയും വെച്ച് നമ്മൾ ഫിബ് ഡ്രോ ചെയ്ത് എന്നിട്ട് അതിൻ്റെ 50% 0.618 ലെവൽസ് ആ ഒരു സോണായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കാം? മാർക്കറ്റ് തിരിച്ച് ഇവിടെ വന്ന് ഒരു താഴോട്ടൊരു പ്രൈസ് ആക്ഷനോ മുകളിലോട്ടൊരു സസ്റ്റൈനബിലിറ്റിയോ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ നമുക്ക് ട്രേഡിനെ പറ്റി ആലോചിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലൈവിൽ അനാലിസിസ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ 5 minute ആണ്. ഒരു 15 minute ക്യാൻഡിലായിട്ട് ഇതേ സെയിം പ്രൊസീജിയർ ചെയ്താൽ മതി. എന്നിട്ട് അതിൻ്റെ 0.5 0.618 പ്രൈസ് തിരിച്ച് വരുന്നുണ്ടോ, വന്നാലെങ്കിൽ റിയാക്ട് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, അടുത്ത ബാങ്ക് നിഫ്റ്റിയിൽ പോകാം. ഇതൊക്കെ എടുത്ത് കളയാം. ഫിബ് എടുക്കുക, previous day close, 2 days open, open, sorry, 0.5 0.618 level എക്സാക്റ്റ് ഒന്ന് നോക്കണേ. ഓക്കെ, ID മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഞാൻ ഇപ്പോൾ 5 minute ഒന്നും ആയിട്ടില്ല. 9:22 ആയിട്ടുള്ളൂ. 10:30 ആയിരുന്നു 15 minute വെച്ചിട്ട് ചേർന്നു. അപ്പോൾ ആയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുക്കുന്നു. ഈ 5 minute ക്യാൻഡലിൻ്റെ ഹൈ ടു ലോ, എന്നിട്ട് അതിൻ്റെ 0.5 0.618 ലെവൽസ്. അവിടെ മാർക്കറ്റ് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നു. ഓക്കെ, ഇത് രണ്ടാണ് ഈ മാർക്കറ്റ് ഓപ്പണിൽ ഈ 9:22 9 ആരെയാവാൻ പോകുന്നില്ല അതിനകത്തുള്ള മേജർ നമുക്ക് ഇന്നത്തെ ഡേയിൽ പ്ലേ ആവാൻ സാധ്യതയുള്ള ലെവൽസ്. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ പിന്നീട് വേറെ എന്തെങ്കിലും എന്താ പറയുക, ഒരു ഇമ്പൾസ് മൂവ്, ഒരു 5-6 ക്യാൻഡിലേക്ക് ഒരു ഡയറക്ഷൻ വന്നിട്ട് ഒന്ന് ഹോൾഡ് കാണുന്നെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഈ മൂവ് ഈ ഹൈ ഔട്ട് ആ ലോ വരെ നോക്കാം. എന്നിട്ട് അതിൻ്റെ 50% എങ്ങനെ റിയാക്ട് നോക്കാം. ഇത് എങ്ങനെ വേണോ വർക്ക് ചെയ്യും. ഒരു ഫിബ് നമുക്ക് ഒരു ഏരിയ കാണിച്ചിട്ടാണ് ചെയ്യുന്നത്, അല്ല ഫിബ് ട്രേഡ് തരുന്നൊന്നുമല്ല. ട്രേഡ് നമ്മളാണ് കണ്ടുപിടിക്കേണ്ടത്. മാർക്കറ്റ് ഒരു പ്രൂവ് ചെയ്ത് ഒരു മൂവ് കാണിക്കുകയാണെങ്കിൽ നമ്മുടെ വ്യൂ അതാണെങ്കിൽ നമ്മൾ പഞ്ച് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇത് നമ്മുടെ അനാലിസിസിനെ സഹായിക്കുന്ന ഒരു ടൂളാണ് ഫിബ്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി വേണമെങ്കിൽ ഈ ലെവൽ നമുക്ക് മോഡിഫൈ എങ്ങനെയാണ്? 15 ഉണ്ടാവട്ടെ, ഇത് 15 minute ടൈം ഫ്രെയിം പോവുക. ഈ 15 minute കംപ്ലീറ്റ് അതിന് എത്ര മിനിറ്റ് ഉണ്ട്? 6-7 മിനിറ്റ് അടുപ്പിച്ചുണ്ട്. ഈ ഹൈയോട്ട് ആ ലോ വരെ ഏതാണല്ലോ ആ സമയത്താവുന്നത് അത് പ്ലോട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ 50% മാർക്ക് ചെയ്യുക. എന്നിട്ട് എങ്ങനെ മാർക്കറ്റ് റിയാക്ട് ചെയ്ത് നോക്കുക. അഥവാ അങ്ങനെ നിൽക്കുന്നില്ല, വന്നൊരു ഫോൾ വരുന്നു, എന്നിട്ട് എവിടെയും പോയി നിൽക്കുകയാണെങ്കിൽ ഈ ഹൈയോട്ട് ആ ലോ വരെ നോക്കാം. എന്നിട്ട് അതിൻ്റെ 0.5 0.618. ഓക്കെ, ബേസിക് ഐഡിയ മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.